പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം തൃപ്രങ്ങോട്, പുറത്തൂർ, മംഗലം പഞ്ചായത്തുകളുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയ പ്രദേശത്താണ്. 2017 ഈ സ്ഥലം കണ്ടെത്തുന്നതും 2018 ഈ 1.25 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തു. 3 പഞ്ചായത്തുകൾ സംയുക്തമായിട്ടാണ് ഈ ഫണ്ട് ഇവിടെ ഈ പദ്ധതിക്കായിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ സമയം തന്നെ പൊന്നാനി നഗരസഭയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി തവനൂരിൽ ഇതുപോലൊരു പദ്ധതി വരികയും ആ പദ്ധതി സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തിരൂർ, താനൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ചെറിയമുണ്ടം, പൊന്മുണ്ടം പ്രദേശങ്ങളിലേക്ക്, നമ്മുടെ തുപ്രങ്ങോട്, മംഗലം, പുറത്തൂർ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭാരതപ്പുഴയിലെ ചെറിയ പറപ്പൂർ നദീനഗറിൽ വലിയ കിണറും അതുപോലെ തന്നെ പമ്പ് സെറ്റുകളും സ്ഥാപിച്ച് പൊന്മുണ്ടത്തേക്കും ചെറിയമുണ്ടം പ്രദേശങ്ങളിലേക്കുമെല്ലാം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അതിന് പമ്പ് സെറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം പൂർത്തീകരിക്കേണ്ട പുറത്തൂർ, മംഗലം, തുപ്രങ്ങോട് ഈ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തി എന്നതിൽ കവിഞ്ഞ് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതുപോലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അന്ന് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി പുറത്തിറക്കിയിട്ടുള്ള ലഘുലേഖയിൽ പറയുന്നത് ഈ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, 6 മാസത്തിനകം അതിൻ്റെ പണി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യും എന്നായിരുന്നു. എന്നാൽ 5 വർഷം പിന്നിട്ടിട്ടും ഈ പദ്ധതി പ്രദേശം ഇപ്പോഴും തരിശായിട്ട് കിടക്കുകയാണ് എന്നതല്ലാതെ ഇതിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാൻ കഴിഞ്ഞ 10 വർഷം തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ച LDFൻ്റെ ഭരണസമിതിക്ക് സാധ്യമായിട്ടില്ല. കുടിവെള്ളത്തിന് വേണ്ടി ഈ തുപ്രങ്ങോട് പഞ്ചായത്തിലെ നിവാസികൾ വേനൽക്കാലങ്ങളിൽ നെട്ടോട്ടം ഓടുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി പ്രദേശത്ത് സ്ഥലം MLA ഉണ്ടായിട്ട്, സംസ്ഥാന ഭരണമുണ്ടായിട്ട്, പഞ്ചായത്തിൻ്റെ ഭരണമുണ്ടായിട്ട് പോലും ഈ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ ഭരണസമിതിക്ക് സാധ്യമായിട്ടില്ല. ഓരോ മാർച്ച് മാസം വരുമ്പോൾ 2-3 മാസങ്ങൾക്കായി ടാങ്കർ ലോറിലൂടെ നമ്മളെല്ലാം കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നാമമാത്രമായിട്ട് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന സംവിധാനമാണ് തുപ്രങ്ങോട് പഞ്ചായത്തിൽ ഇപ്പോഴും തുടരുന്നത്. സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെല്ലാം പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും താനൂരിലേക്കൊക്കെ അതിൻ്റെ പദ്ധതികൾ പൂർത്തീകരിച്ച് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് തുപ്രങ്ങോട് പഞ്ചായത്തിൽ MLAയും അതുപോലെ തന്നെ ഭരണസമിതിയും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ്. തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഏറെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുടിവെള്ള ക്ഷാമമാണ്. ഒരു വേള ഇതിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷയായിട്ടുള്ള പ്രസിഡൻറ്റിന് പോലും അത് തുറന്ന് പറയേണ്ടതായി വരികയും അത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തതാണ്. എങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കും ഈ കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്തതില്ലെന്ന്. ഇന്നും ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി ഒരു സ്വപ്നമായി അല്ലെങ്കിൽ ഒരു മരീചികയായി മാത്രം നിലനിൽക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതികരിക്കട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ വോട്ടർമാർ അറിയണം, ഇത് LDF 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കാൻ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ 21-ാം വാർഡിൽ വാങ്ങിച്ച 1.25 ഏക്കർ സ്ഥലത്ത് കുടിവെള്ള പദ്ധതി ഒരുക്കി 6 മാസം കൊണ്ട് കമ്മീഷൻ ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഈ സ്ഥലം ഇപ്പോഴും ഇവിടെ കാട് മൂടിക്കിടക്കുന്നു. 5 വർഷം പിന്നിട്ടിട്ടും പദ്ധതി നടപ്പാക്കാൻ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കുടിവെള്ളം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടുള്ള നദീനഗർ മോട്ടോറും അതുമായി ബന്ധപ്പെട്ട മറ്റ് കിണറും എല്ലാം ഇന്ന് പൈപ്പ് ഇതിലൂടെ കൊടുന്ന് ഈ ഭാഗത്തെത്തിച്ച് വെള്ളം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലെ തന്നെ സംഭരണ ടാങ്കുമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ കണക്കൊക്കെ കമർ പറഞ്ഞു കഴിഞ്ഞ് ഇനി എത്ര വർഷം ആവും ഇത് പൂർത്തീകരിക്കാൻ ഇന്ന് വരെ ഒരു പദ്ധതിയും ഈ സർക്കാരിലോ അതുപ്രകാരം തന്നെ ഈ ഭരണസമിതിയിലോ ഇല്ല. ചോദിക്കുമ്പോൾ അവർ പറയും അത് ശരിയാവും എന്ന് പറയാമെന്നല്ലാതെ കഴിഞ്ഞ ഈ ഭരണസമിതി 6 മാസം കൊണ്ട് അധികാരം ഏറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 4 കൊല്ലം
6 മാസം കഴിഞ്ഞിട്ട് പോലും പദ്ധതിയുടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ സാമൂഹ്യ ദ്രോഹികളുടെയും അതുപോലെ തന്നെ മദ്യപാന്മാരുടെയും ഒരു വിഹര കേന്ദ്രമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അയൽവക്കത്തുള്ള എല്ലാവരും പലപ്പോഴും ഈ സാമൂഹ്യ ദ്രോഹികളെ ആട്ടിയോടിക്കുന്നതിന് വേണ്ടി സദാ ജാഗരൂകരാവാറുണ്ട്. പക്ഷേ എല്ലാം വൃഥാവിലായ ഒരവസ്ഥയാണ് കാണുന്നത്. ഇങ്ങനത്തെ അവസ്ഥ നീണ്ടുപോയാൽ ഇത് ഏത് കാലം പൂർത്തിയാകുമെന്ന് ഒരിക്കലും പറയാൻ വയ്യ. മറ്റൊന്ന്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന കുടിവെള്ള ക്ഷാമം, ഒരുപാട് സമാന്തര കുടിവെള്ള പദ്ധതികൾ ഈ തൃപ്രങ്ങോട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുണ്ടായിരുന്നു. തൃപ്രങ്ങോട് പഞ്ചായത്ത് UDF ഭരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചില സംഭരണികൾ ഉണ്ടാക്കുകയും അവിടേക്ക് പൈപ്പും വീടുകളിലേക്ക് ടാപ്പും ഒക്കെ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം ഈ ഒരു പദ്ധതിയുടെ പേരിൽ എല്ലാം നശിപ്പിക്കപ്പെട്ടിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായില്ല. ഈ പദ്ധതിയുടെ പേരിൽ മാത്രമാണ്. ഈ പദ്ധതിയാണെങ്കിലോ ഒന്നും ആവാത്ത അവസ്ഥയിൽ ഇനി എന്ന് ആവുമെന്നുള്ള ആ ഒരു അവസ്ഥയിലും കൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരും. അത് കഴിഞ്ഞ് 6 മാസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. UDFന് ആ അധികാരത്തിൽ വരുന്ന സർക്കാരിൽ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടും. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. ഇത്തവണയും ഇതേ വാഗ്ദാനം പറഞ്ഞ് വീണ്ടും LDF രംഗത്തെത്തും. ഇത് ജനങ്ങളെ പറ്റിക്കലാണ്. ഇത്തരം കബളിപ്പിക്കലിന് ഇനിയും വോട്ടർമാർ നിന്നുകൊടുക്കണോ? 10 വർഷത്തെ LDF ദുർഭരണത്തിന് വിരാമം. ഇനി തൃപ്രങ്ങോട് ജനകീയ വികസനം UDFിലൂടെ. വരും UDF, വളരും തൃപ്രങ്ങോട്.